ഓം ശാന്തി. പലപ്പോഴും മനുഷ്യനാവശ്യം മനസ്സിന് ശാന്തിയാണ്. നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അവസാനം ആവശ്യം മനസ്സിന് സമാധാനമാണ്, മനസ്സിന് ശാന്തിയാണ്. ഒരു നല്ല വീട് വെച്ച് അതിൽ താമസിക്കുമ്പോഴും നമുക്ക് ആഗ്രഹം എല്ലാവർക്കും വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ആയി, അപ്പോൾ നമുക്കിനി ശാന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാമെന്നാണ്. ഒരു ജോലിക്ക് പോകുന്ന ആളോട് ചോദിച്ചു നോക്കിയോളൂ, എന്തിനാ പോകുന്നത്? ആവശ്യത്തിനുള്ളതായിട്ട് ധനം സമ്പാദിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ശാന്തിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാലോ, എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കാലോ, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എനിക്ക് സമാധാനമാവുമല്ലോ. എല്ലാ മനുഷ്യനും വേണ്ടതായിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനം എന്താണ്? സന്തോഷമാണ്, ശാന്തിയാണ്, സമാധാനമാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് അവസാനമായി വേണ്ടത്? ആ കാര്യത്തെ മറന്നുകൊണ്ട് അതിന് വേണ്ടിക്കൊണ്ട് നമ്മൾ പല സാധനങ്ങളിലും പിന്നാലെ ഓടുകയെന്ന് മാത്രം. നിഴലിനെ പിടിക്കാൻ പോകും പോലെയാണ്. നിഴൽ പിടിക്കാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്ത് നോക്കിയേ, നിഴൽ നിങ്ങൾ പിടിക്കാൻ നോക്കും തോറും നിങ്ങളിന്ന് ദൂരെ 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 മാറി പോവുകയുള്ളൂ. ഒരു ഘട്ടെത്തിയാൽ നിഴൽ ഇരുട്ട് മാത്രമായിട്ട് മാറും. ആ ഇരുട്ട് നിങ്ങളെ അങ്ങ് വിഴുങ്ങുകയും ചെയ്യും. അതുപോലെയാണ് ജീവിതത്തിൻ്റെ യാത്ര. നമ്മുടെ സന്തോഷവും ശാന്തിക്കും വേണ്ടിയുള്ള ഈ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പല ലക്ഷ്യങ്ങളും നേടാനുള്ളതായിരിക്കുന്ന യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഇതെല്ലാം നേടിക്കഴിഞ്ഞ ശേഷം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. അഥവാ എൻ്റെ ഈ യാത്രയ്ക്കിടയിൽ ദിവസവും ഞാനത് അനുഭവിക്കുന്നില്ല എങ്കിൽ അവസാനം ഞാൻ എല്ലാ ടെൻഷനും അടിച്ച് അവസാനം എത്തുന്ന സമയത്ത് ആ കാര്യം നേടിക്കഴിയുമ്പോൾ എൻ്റെ ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ, ടെൻഷൻ അടിക്കുന്നുവെങ്കിൽ നിരന്തരമായി ടെൻഷൻ അടിച്ചാൽ ഹെൽത്ത് മോശമാവില്ല, യാതൊരു സംശയവുമില്ല. ഹെൽത്ത് മോശമായി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ആഗ്രഹിച്ച സാധനം കിട്ടാതെ പോകും. അതുകൊണ്ട് എന്നും അവനവൻ്റെ മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ വേണ്ടി, സ്വന്തം മനസ്സിൽ ആ ശാന്തിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ട് ഞാൻ റീസ്റ്റോർ എന്ന് പറയാൻ കാരണം എന്നറിയോ? ഡെയിലി ഇപ്പം നമ്മൾ കുളിച്ച് പുറത്തിറങ്ങുന്നു, ഫ്രഷായിട്ട് ഇറങ്ങുന്നു, വെയിലത്തും പല സ്ഥലങ്ങളിലും പോകുന്നു, ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ആ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അപ്പോഴേക്കും വേർത്തിട്ടുണ്ടാവും, കുളിച്ചിട്ടുണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും, അവശമായിട്ടുണ്ടാവും. വന്ന് ആദ്യം ചെയ്യുന്ന പണി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുളിച്ച് ഫ്രഷായ ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നു. കാരണം അതുവരെ ആ പുറത്തിറങ്ങിയതായിട്ടുള്ള ആ ഒരു എല്ലാ ചുറ്റുപാടിൻ്റെ ഉള്ളിലും ആകെ കുളിച്ചു ക്ഷീണ എന്ന് പറയുന്നു നമ്മൾ. ഇൻ ദ സെയിം വേ രാവിലെ നേരത്ത് നമ്മുടെ മനസ്സ് ശാന്തമാക്കി സ്വസ്ഥമാക്കിയിട്ടാണ് പുറത്ത് പോകുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ശാന്തമാക്കാനുള്ള എനർജൈസ് ചെയ്യാനുള്ളതായിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കാര്യവ്യവഹാരങ്ങൾക്ക് വേണ്ടി സങ്കല്പശക്തിന് ഊർജ്ജത്തിന് ഉപയോഗിക്കുമ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി ആകുമ്പോഴേക്കും ഒക്കെ വീക്കാവാറുണ്ട്. അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി രാത്രി അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് കുറച്ച് സമയം നമ്മുടെ തന്നെ ആ ശാന്തിനെ എഗെയിൻ നിലനിർത്താൻ വേണ്ടിക്കൊണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, ആ ചാർജിനെ നിലനിർത്താൻ വേണ്ടിക്കൊണ്ട് പരിശ്രമിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഡേ ബൈ ഡേ അതൊന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡായി പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥ വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പറയും, രോഗം വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണെന്ന് പറയാറുണ്ട്. അതുപോലെ മനസ്സിൻ്റെ ശക്തി വീക്കായിട്ട്, ക്ഷീണം വന്നിട്ട്, അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട്, ടെൻഷനായിട്ട്, മനസ്സിൻ്റെ മേലെ കൺട്രോൾ ഇല്ലാണ്ടായിട്ട് നമ്മൾ ഓടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിക്കൊണ്ട് ദിവസവും കുറച്ച് സമയം പ്രഭാതത്തിലും സന്ധ്യയ്ക്ക് പറ്റുമെങ്കിൽ സന്ധ്യയ്ക്ക്, ഇല്ലെങ്കിൽ പ്രഭാതത്തിലും രാത്രി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനുള്ള ആ തോട്ട്സ് എന്താണ് നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മളുള്ളിലേക്ക് ആ പോസിറ്റീവ് തോട്ട്സ് നിറയ്ക്കാൻ, എഗെയിൻ നമ്മുടെ ബാറ്ററീനെ ചാർജ് ആക്കാൻ വേണ്ടി ശാന്തി സാഗരനായിരിക്കുന്ന ഭഗവാനുമായി ആ മീറ്റിംഗ്, മെഡിറ്റേഷൻ 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഉച്ചയ്ക്ക് നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞു, റിലാക്സ്ഡ് ആയിട്ടുള്ള സമയമാണ്, 5 മിനിറ്റ് സമയം നമുക്ക് വേണ്ടി എടുക്കുക. നമ്മളുള്ളിലേക്ക് ആ ഊർജ്ജം നിറയ്ക്കുക, ആ ശക്തി നിറയ്ക്കുക. എന്നിട്ട് ഫ്രഷ് ആയിട്ട് അഗെയിൻ ഈവനിങ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു ശാന്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, എനർജീനെ റീസ്റ്റോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലൈഫിലൊരു പ്രശ്നം വരുന്ന സമയത്ത് മനസ്സ് കലുഷിതമാകാതെ, ഇപ്പം എനിക്ക് എന്താ ചെയ്യുന്നത് പറയാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന അറിയുന്നില്ല, എനിക്കെൻ്റെ മേലെ നിയന്ത്രണം ഉണ്ടാവുന്നില്ല എന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ജീവിതമാണ്, എപ്പോഴാണ് എവിടെ നിന്നാണ് താളുകൾ മറയപ്പെടുക നമുക്ക് പറയാൻ കഴിയില്ല. എവിടെ സംഭവിച്ചാലും, അത് ഹെൽത്ത് വൈസ് ആവട്ടെ, അല്ലെങ്കിൽ വെൽത്ത് വൈസ് ആവട്ടെ, റിലേഷൻ വൈസ് ആവട്ടെ, ഏത് വിധത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലും അതിനൊക്കെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ഡെയിലി കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിച്ച് മനസ്സിനുള്ള ആ ശാന്തിയും ശക്തിയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിരന്തരമായി ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും മനസ്സ് രോഗിയാവില്ല, ടെൻസ്ഡ് ആവില്ല. മനസ്സിൻ്റെ
ഒറിജിനൽ ആയിരിക്കുന്ന സ്ഥിതി, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒറിജിനൽ സ്റ്റേജ്, അത് കംപ്ലീറ്റ് പീസ്ഫുൾ സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് ദിവസവും വന്നുകൊണ്ട് നമ്മുടെ ആ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ, റീസ്റ്റോർ ചെയ്താൽ, നമുക്കൊരിക്കലും മറ്റൊരാളുടെ അടുത്തേക്ക് ഓടേണ്ട ആവശ്യം വരില്ല, ആരുടെയും സപ്പോർട്ട് തേടേണ്ടി വരില്ല, മറ്റുള്ളവർക്ക് സപ്പോർട്ടായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.